Hi students, welcome back to my YouTube channel Roots of Mathematics. ഈ ചാനലിലൂടെ +1 മാത്സ് ക്ലാസ്സുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. കാണാത്തവർ അത് കാണുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തുക. ഓക്കെ, നമുക്കപ്പോൾ ക്ലാസ്സിലേക്ക് പോകാം. ഇതൊരു വളരെ ചെറിയൊരു പോർഷനാണ്. പ്രാക്ടിക്കൽ പ്രോബ്ലംസ് ഓൺ യൂണിയൻ ആൻഡ് ഇൻ്റർസെക്ഷൻ ഓഫ് ടു സെറ്റ്സ്. വളരെ ചെറിയൊരു പോർഷനാണ്. ആകെ 2 ഇക്വേഷൻ പഠിക്കാനും അതിൻ്റെ പ്രോബ്ലംസ് ചെയ്യാനുള്ളൂ. ഇത് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് ചെയ്യുന്ന വീഡിയോ ആയതുകൊണ്ട് ഏറ്റവും ഷോർട്ടാക്കിയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് പഠിക്കേണ്ട ഇക്വേഷൻ n ഓഫ് A യൂണിയൻ B ഈക്വൽ ടു n ഓഫ് A പ്ലസ് n of B minus n of A intersection B. First equation, n of A union B equal to n of A plus n of B minus n of A intersection B. എന്താണ് n കൊണ്ട് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്? n എന്ന് പറഞ്ഞാൽ ഈ സെറ്റിൽ A യൂണിയൻ B എന്ന സെറ്റിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ട് എന്ന് കാണിക്കാനാണ് n ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ ഇവിടെ A എന്ന സെറ്റിലെ എലമെൻറ്റ്സ്, അതായത് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഓഫ് എ സെറ്റാണ് n ഓഫ് എന്നുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് ഇക്വേഷൻ? n ഓഫ് A യൂണിയൻ B ഈക്വൽ ടു n ഓഫ് A പ്ലസ് n ഓഫ് B മൈനസ് n ഓഫ് A ഇൻ്റർസെക്ഷൻ B. നെക്സ്റ്റ് ഇതിൽ തന്നെ വരുന്ന ഒരു ഇക്വേഷൻ ആണ് ഇത്. 2 സെറ്റിൻ്റെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് 3 സെറ്റിൻ്റെ A യൂണിയൻ B യൂണിയൻ C. എന്താ വരും? n ഓഫ് A പ്ലസ് n ഓഫ് B പ്ലസ് n ഓഫ് C മൈനസ് n ഓഫ് A ഇൻ്റർസെക്ഷൻ B മൈനസ് n ഓഫ് B ഇൻ്റർസെക്ഷൻ C minus n of A intersection C plus n of A intersection B intersection C. എന്താണ്? n of A യൂണിയൻ B യൂണിയൻ C, 3 സെറ്റിൻ്റെ യൂണിയൻ ഈക്വൽ ടു n of A പ്ലസ് n of B പ്ലസ് n of C മൈനസ് 2 എണ്ണം വെച്ചെടുക്കുക. A ഇൻ്റർസെക്ഷൻ B, B ഇൻ്റർസെക്ഷൻ C, A ഇൻ്റർസെക്ഷൻ C പ്ലസ് n of A ഇൻ്റർസെക്ഷൻ B ഇൻ്റർസെക്ഷൻ C. ഇക്വേഷൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് വെച്ചിട്ട് പ്രോബ്ലംസ് വരിക എങ്ങനെയെന്ന് ചോദിച്ചാൽ, നമ്മൾ പലപ്പോഴും ക്വസ്റ്റ്യനിലൊക്കെ കണ്ടിട്ടുള്ളത് എങ്ങനെയാണ്? ഒരു ആൾക്ക് ക്രിക്കറ്റ് ഇഷ്ടമാണ്, കുറച്ച് പേർക്ക് ഫുട്ബോൾ ഇഷ്ടമാണ്. അങ്ങനെയാണെങ്കിൽ ഫുട്ബോളും ക്രിക്കറ്റും ഇഷ്ടമായിട്ടുള്ള എത്ര പേരുണ്ടാകും? അങ്ങനെയുള്ള ക്വസ്റ്റ്യനൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഈ ഫോർമുല യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇക്വേഷൻ പഠിച്ചാൽ നമുക്ക് ഇതിൽ നിന്ന് വരുന്ന എല്ലാ പ്രോബ്ലംസും ചെയ്യാം. ക്വസ്റ്റ്യൻ ഒരു 2-3 പ്രാവശ്യം വായിച്ച് നോക്കിയാൽ തന്നെ നമുക്ക് ഈ ഇക്വേഷൻ വെച്ച് പ്രോബ്ലംസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ പ്രോബ്ലംസ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഇഫ് എക്സ് ആൻഡ് വൈ ആർ 2 സെറ്റ് സച്ച് ദാറ്റ് x യൂണിയൻ y has 50 elements. x യൂണിയൻ yക്കിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ട്? 50 എലമെൻറ്റ്സ് ഉണ്ട്. x has 28 elements. xൽ 28 ഉണ്ട്. yയിൽ എത്രയുണ്ട്? 32 ഉണ്ട്. എന്താണ് ക്വസ്റ്റ്യൻ? ഹൗ മെനി എലമെൻറ്റ്സ് ഡസ് x ഇൻ്റർസെക്ഷൻ y ഹാവ്? x ഇൻ്റർസെക്ഷൻ yയിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ട് എന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഇത് ഡയറക്റ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നമുക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാകും. അപ്പോൾ എന്തൊക്കെ തന്നിട്ടുണ്ട് അത് നമ്മൾ ആദ്യം എടുത്തെഴുതുക. ആദ്യം തന്നിരിക്കുന്നത് x യൂണിയൻ വൈയിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ട്? എലമെൻറ്റ്സ് ഉണ്ടെന്ന് കാണിക്കാൻ n ഇട്ട്. n ഓഫ് x യൂണിയൻ y എത്രയാണ്? 50. നെക്സ്റ്റ് എക്സിൽ എലമെൻറ്റ്സ് എത്രയാണ്? n ഓഫ് x ഈസ് 28. നെക്സ്റ്റ് y, n ഓഫ് വൈയിൽ n ഓഫ് y 32. എന്താണ് കണ്ടുപിടിക്കേണ്ടത്? n ഓഫ് x ഇൻ്റർസെക്ഷൻ y. n ഓഫ് x ഇൻ്റർസെക്ഷൻ y കണ്ടുപിടിക്കണം. അപ്പോൾ ഇതെങ്ങനെ കണ്ടുപിടിക്കാം? നമുക്കറിയാവുന്ന ഇക്വേഷൻ n ഓഫ് x യൂണിയൻ y ഈക്വൽ ടു n ഓഫ് x പ്ലസ് n ഓഫ് y
മൈനസ് എൻ ഓഫ് എക്സ് ഇൻ്റർസെക്ഷൻ വൈ. ഇതിൽ എക്സ് യൂണിയൻ വൈ ഇത് രണ്ടും നമുക്ക് തന്നിട്ടുണ്ട്. ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യാം? ഇതിനെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരാം, ഇതിനെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ എന്ത് വരും? ഇവിടെ മൈനസ് എൻ ഓഫ് എക്സ് ഇൻ്റർസെക്ഷൻ വൈ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ എൻ ഓഫ് എക്സ് ഇൻ്റർസെക്ഷൻ വൈ ഈക്വൽ ടു എന്ത് കിട്ടും? എൻ ഓഫ് എക്സ് പ്ലസ് എൻ ഓഫ് വൈ. ഇവിടെ പ്ലസ് ആണ്, ഇത് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ മൈനസ് എൻ ഓഫ് എക്സ് യൂണിയൻ വൈ എന്ന് കിട്ടും. അപ്പോൾ ഇനി തന്നിരിക്കുന്ന വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. എൻ ഓഫ് എക്സ് എത്രയാണ്? എൻ ഓഫ് എക്സ് 28 പ്ലസ് എൻ ഓഫ് വൈ എത്രയാണ്? 32 മൈനസ് എൻ ഓഫ് എക്സ് യൂണിയൻ വൈ എത്രയാണ്? 50. 28 പ്ലസ് 32 മൈനസ് 50. അപ്പോൾ എത്ര വരും? 60 അല്ലേ? 60 മൈനസ് 50 എത്രയാണ് അപ്പോൾ ആൻസർ? 10. അപ്പോൾ എൻ ഓഫ് എക്സ് ഇൻ്റർസെക്ഷൻ വൈ എത്രയാണെന്ന് കിട്ടി? 10 ആണെന്ന് കിട്ടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ എ സ്കൂൾ ദർ ആർ 20 ടീച്ചേഴ്സ് ഹു ടീച്ച് മാത്സ് ഓർ ഫിസിക്സ്. ഓഫ് ദീസ് 12 ടീച്ച് മാത്സ്, 4 ടീച്ച് ബോത്ത് ഫിസിക്സ് ആൻഡ് മാത്സ്. ഹൗ മെനി ടീച്ച് ഫിസിക്സ്? ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒരു സ്കൂളിൽ 20 ടീച്ചേഴ്സ് മാത്സ് അല്ലെങ്കിൽ ഫിസിക്സ് പഠിപ്പിക്കും, 12 ടീച്ചേഴ്സ് മാത്സ് പഠിപ്പിക്കും, 4 ടീച്ചേഴ്സ് മാത്സും ഫിസിക്സും ഒരുമിച്ച് പഠിപ്പിക്കും. അങ്ങനെയാണെങ്കിൽ ഹൗ മെനി ടീച്ച് ഫിസിക്സ്? ഇതേ മോഡൽ ക്വസ്റ്റ്യൻ ആയിരിക്കും നമുക്ക് എക്സാമിനൊക്കെ ചോദിക്കുക കേട്ടോ. ഈ പ്രാക്ടിക്കൽ പ്രോബ്ലംസ് ഓൺ യൂണിയൻ ആൻഡ് ഇൻ്റർസെക്ഷൻ ഓഫ് ടു സെറ്റ് എന്നുള്ള സെക്ഷനിൽ നിന്ന് ഇതേപോലെ ആയിരിക്കും ക്വസ്റ്റ്യൻ തരിക. അത് നമ്മൾ എൻ ഓഫ് എ യൂണിയൻ ബി ഫോമിലേക്ക് മാറ്റിയെടുക്കുക. അപ്പോൾ ക്വസ്റ്റ്യൻ വീണ്ടും വായിക്കുക. ഇൻ എ സ്കൂൾ ദർ ആർ 20 ടീച്ചേഴ്സ് ഹു ടീച്ച് മാത്സ് ഓർ ഫിസിക്സ്. മാത്സ് ഓർ ഫിസിക്സ്. അപ്പോൾ നമുക്ക് മാത്സ് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനെ എം എന്ന സെറ്റ് കൊണ്ടും ഫിസിക്സ് പഠിപ്പിക്കുന്നവരെ പി എന്ന സെറ്റ് കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യാം. അപ്പോൾ മാത്സ് ഓർ ഫിസിക്സ് ഓർ വന്നിരിക്കുമ്പോൾ ഓർത്ത് വെക്കുക. ഓർ ആണെങ്കിൽ അതെന്താണ്? എം യൂണിയൻ. യൂണിയനെ റെപ്രസെൻ്റ് ചെയ്യാനാണ് അവിടെ ഓർ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ മാത്സ് ഓർ ഫിസിക്സ് എന്ന് പറയുമ്പോൾ എം യൂണിയൻ പി, നമ്പർ ഓഫ് എം യൂണിയൻ പി. എം യൂണിയൻ പി എന്ന് പറഞ്ഞാൽ ഇവിടെ മാത്സും ഫിസിക്സും, അത് ഓർത്ത് വെക്കുക. മാത്സ് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് എം, ഫിസിക്സ് പഠിപ്പിക്കുന്നവർ പി. അങ്ങനെയാണ് നമ്മൾ സെറ്റ് കൊണ്ട് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എൻ ഓഫ് എം യൂണിയൻ പി എത്രയാണ് തന്നിട്ടുണ്ട്? 20 ആണെന്ന് തന്നിട്ടുണ്ട്. നെക്സ്റ്റ് എന്താ പറഞ്ഞേക്കുന്നത്? ഓഫ് ദീസ് 12 ടീച്ച് മാത്സ്. മാത്സ് മാത്രം പഠിപ്പിക്കുന്നത് ആരാണ്? എത്ര പേരാണ്? 12 ആണ്. എൻ ഓഫ് മാത്സ് അതായത് എൻ ഓഫ് എം എത്രയാണ്? 12. നെക്സ്റ്റ് എന്താ തന്നിരിക്കുന്നത്? 4 ടീച്ച് ബോത്ത് ഫിസിക്സ് ആൻഡ് മാത്സ്. ബോത്ത് ആണ് ഓർത്തിരിക്കേണ്ടത്. ബോത്ത് ഫിസിക്സ് ആൻഡ് മാത്സ് എന്ന് പറഞ്ഞാൽ എൻ ഓഫ് എം ഇൻ്റർസെക്ഷൻ പി. ബോത്ത് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? ഇൻ്റർസെക്ഷൻ. അപ്പോൾ എൻ ഓഫ് എം ഇൻ്റർസെക്ഷൻ പി എത്രയാണ് തന്നിട്ടുണ്ട്? 4 ആണെന്ന് തന്നിട്ടുണ്ട്. എന്താ കണ്ടുപിടിക്കേണ്ടത്? എൻ ഓഫ് പി അതായത് ഫിസിക്സ് മാത്രം പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിൻ്റെ നമ്പറാണ് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്കറിയാം ഇക്വേഷൻ. എൻ ഓഫ് എം യൂണിയൻ പി ഈക്വൽ ടു എൻ ഓഫ് എം പ്ലസ് എൻ ഓഫ് പി മൈനസ് എൻ ഓഫ് എം ഇൻ്റർസെക്ഷൻ പി. എൻ ഓഫ് എം ഇൻ്റർസെക്ഷൻ പി. അപ്പോൾ എന്തൊക്കെ തന്നിട്ടുണ്ട്? എൻ ഓഫ് എം യൂണിയൻ പി തന്നിട്ടുണ്ട്. എത്രയാണ് എൻ ഓഫ് എം യൂണിയൻ പി? 20 ഈക്വൽ ടു എൻ ഓഫ് എം എത്രയാണ്? എൻ ഓഫ് എം മാത്സ് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിൻ്റെ നമ്പർ 12 പ്ലസ് എൻ ഓഫ് പി നമുക്ക് കണ്ടുപിടിക്കാനുള്ളതാണ് മൈനസ് ഇത് എത്രയാണ്? എൻ ഓഫ് എം ഇൻ്റർസെക്ഷൻ പി 4. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യാം? 12 ഈക്വൽ ടു ഈ 12 മൈനസ് പി. എൻ ഓഫ് പി 12 മൈനസ് 4 എത്രയാണ്? 12 മൈനസ് 4 ഈസ് 8 അല്ലേ? അപ്പോൾ എൻ ഓഫ് പി എന്ത് വരും? എൻ ഓഫ് പി ഈക്വൽ ടു 20. ഈ പ്ലസ് 8 ഇപ്പുറത്തേക്ക് വരുമ്പോൾ എൻ ഓഫ് പിനെ ഇവിടെ നിർത്തുന്നു. 20 പ്ലസ് 8 ഇങ്ങോട്ട് വരുമ്പോൾ -8. അപ്പോൾ എൻ ഓഫ് പി ഈക്വൽ ടു 20 മൈനസ് 8. എത്രയാണ് 20 മൈനസ് 8? 12. അപ്പോൾ
ഫിസിക്സ് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിൻ്റെ നമ്പർ എത്രയാണെന്ന് കിട്ടി 12. അപ്പോൾ മാത്സ് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് 12 ആണ്, ഫിസിക്സ് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സും എത്ര തന്നെയാണ് 12 ആണെന്ന് കിട്ടി. അപ്പോൾ ഏതാണ് തന്നിരിക്കുന്നത് അതെല്ലാം എഴുതുക. അതിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ടതിൻ്റെ ഇക്വേഷൻ ഉണ്ടാക്കുക. തന്നിരിക്കുന്ന എല്ലാ നമ്പേഴ്സും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ആ കണ്ടുപിടിക്കേണ്ടത് അതിൽ നിന്ന് കണ്ടുപിടിക്കുക. In a class of 35 students, 24 like to play cricket and 16 like to play football. Also, each student likes to play at least one of the two games. How many students like to play both cricket and football? ഒരു ക്ലാസ്സിലെ 35 കുട്ടികളിൽ 24 പേർക്ക് ക്രിക്കറ്റ് കളിക്കുന്നതും 16 പേർക്ക് ഫുട്ബോൾ കളിക്കുന്നതും ഇഷ്ടമാണ്. അതുപോലെ ഈച്ച് സ്റ്റുഡൻറ്റ് ലൈക്ക് ടു പ്ലേ അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദി ടു ഗെയിം, അതായത് ആ ക്ലാസ്സിലെ ഫുൾ കുട്ടികൾക്കും ഏതെങ്കിലും ഒരു ഗെയിം കളിക്കുന്നത് ഇഷ്ടമാണ്. അങ്ങനെയാണെങ്കിൽ എത്ര സ്റ്റുഡൻസ് ക്രിക്കറ്റും ഫുട്ബോളും കളിക്കാൻ ഇഷ്ടപ്പെടുന്നു? രണ്ടും ഒരുമിച്ച് കളിക്കാൻ ഇഷ്ടപ്പെടുന്നു. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇൻ എ ക്ലാസ് ഓഫ് 35 സ്റ്റുഡൻസ് തന്നിട്ടുണ്ട്. ഈ 35 ഇവിടെ എന്തായിട്ട് വരുമെന്ന് നോക്കിയേ. ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഓൾസോ ഈച്ച് സ്റ്റുഡൻറ്റ് ലൈക്സ് ടു പ്ലേ അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദി ടു ഗെയിം, അതായത് ആ ക്ലാസ്സിലെ എല്ലാ കുട്ടികളും ഏതെങ്കിലും ഒരു ഗെയിം കളിക്കാൻ, ക്രിക്കറ്റ് ഓർ ഫുട്ബോൾ. അപ്പോൾ ക്രിക്കറ്റ് ഓർ ഫുട്ബോൾ എന്ന് പറയുമ്പോൾ അതെന്താണ്? നമുക്ക് ക്രിക്കറ്റ് കളിക്കുന്ന ആൾക്കാരെ സി കൊണ്ടും ഫുട്ബോൾ കളിക്കുന്ന ആൾക്കാരെ എഫ് കൊണ്ടും ഡിനോട്ട് ചെയ്യാം. അപ്പോൾ ക്രിക്കറ്റ് ഓർ ഫുട്ബോൾ എന്ന് പറയുമ്പോൾ യൂണിയൻ ആണ് വരുന്നത് അല്ലേ. അപ്പോൾ എൻ ഓഫ് സി യൂണിയൻ എഫ് എന്ന് പറയുന്നതാണ് ഇവിടെ എന്തും തന്നിരിക്കുന്നത് 35. മൊത്തം സ്റ്റുഡൻസിനും ഏതെങ്കിലും ഒരു ഗെയിം കളിക്കുന്നത് ഇഷ്ടമാണ്. അപ്പോൾ ക്രിക്കറ്റ് ഓർ ഫുട്ബോൾ അതിൻ്റെ നമ്പർ എത്രയാണ്? 35. ആ ക്ലാസ്സിലെ മൊത്തം സ്റ്റുഡൻസിൻ്റെ നമ്പറാണ്. അപ്പോൾ എൻ ഓഫ് സി യൂണിയൻ എഫ് എന്തെന്ന് വരും? 35 എന്ന് വരും. നെക്സ്റ്റ് 24 ലൈക്ക് ടു പ്ലേ ക്രിക്കറ്റ്. ക്രിക്കറ്റ് കളിക്കാൻ ഇഷ്ടപ്പെടുന്ന കുട്ടികളുടെ എണ്ണം. ക്രിക്കറ്റ് സി കൊണ്ടാണ് ഡിനോട്ട് ചെയ്തത്. അപ്പോൾ എൻ ഓഫ് സി എത്രയാണ്? 24. നെക്സ്റ്റ് ഫുട്ബോൾ കളിക്കാൻ ഇഷ്ടപ്പെടുന്നവരുടെ എണ്ണം. ഫുട്ബോൾ കളിക്കാൻ ഇഷ്ടപ്പെടുന്നവരുടെ എണ്ണം എത്രയാണ്? 16. ഇനി എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഹൗ മെനി സ്റ്റുഡൻസ് ലൈക്ക് ടു പ്ലേ ബോത്ത് ക്രിക്കറ്റ് ആൻഡ് ഫുട്ബോൾ. ബോത്ത് വരുമ്പോൾ എന്താണ്? ഇൻ്റർസെക്ഷൻ ആയിരിക്കും അല്ലേ. അപ്പോൾ എൻ ഓഫ് സി ഇൻ്റർസെക്ഷൻ എഫ് ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കാം? ഇക്വേഷൻ എന്താണ്? എൻ ഓഫ് സി യൂണിയൻ എഫ് ഈക്വൽ ടു എൻ ഓഫ് സി പ്ലസ് എൻ ഓഫ് എഫ് മൈനസ് എൻ ഓഫ് സി ഇൻ്റർസെക്ഷൻ എഫ്. ഇതാണ് ഇക്വേഷൻ. ഇതിൽ എന്തൊക്കെ തന്നിട്ടുണ്ട്? എൻ ഓഫ് സി യൂണിയൻ എഫ് തന്നിട്ടുണ്ട് അല്ലേ. സി യൂണിയൻ എഫ് ഈക്വൽ ടു 35 ഈക്വൽ ടു എൻ ഓഫ് സി എത്രയാണ്? എൻ ഓഫ് സി 24 പ്ലസ് എൻ ഓഫ് എഫ് എത്രയാണ്? 16 മൈനസ് എൻ ഓഫ് സി ഇൻ്റർസെക്ഷൻ എഫ് കണ്ടുപിടിക്കണം. അറിയില്ല, അപ്പോൾ അതതുപോലെ തന്നെ എഴുതുക. അപ്പോൾ ഇതെന്ത് വരും എന്ന് നോക്കാം. 40 വരും അല്ലേ. 24 പ്ലസ് 16 40 വരും മൈനസ് എൻ ഓഫ് സി ഇൻ്റർസെക്ഷൻ എഫ്. അപ്പോൾ എൻ ഓഫ് സി ഇൻ്റർസെക്ഷൻ എഫ് കാണാൻ എന്ത് ചെയ്യണം? എൻ ഓഫ് സി ഇൻ്റർസെക്ഷൻ എഫിനെ ലെഫ്റ്റ് സൈഡിലേക്കും ഈ 35നെ റൈറ്റ് സൈഡിലേക്കും കൊണ്ടുവരിക. അപ്പോൾ നമുക്കിവിടെ എഴുതാം. അപ്പോൾ എന്ത് വരും? മൈനസ് എൻ ഓഫ് സി ഇൻ്റർസെക്ഷൻ എഫ് ലെഫ്റ്റ് സൈഡിലേക്ക് വരും. അപ്പോൾ എൻ ഓഫ് സി ഇൻ്റർസെക്ഷൻ എഫ് എന്നാകും ഈക്വൽ ടു ഇവിടെ ഓൾറെഡി 40 ഉണ്ട് മൈനസ് ഈ 35 ഇങ്ങോട്ട് വരുമ്പോൾ മൈനസ് 35 ആവും. അപ്പോൾ 40 മൈനസ് 35 എത്രയാണെന്ന് കിട്ടി? 5. അതായത് രണ്ടും കളിക്കാൻ ഇഷ്ടപ്പെടുന്നത് ക്രിക്കറ്റും ഫുട്ബോളും കളിക്കാൻ ഇഷ്ടപ്പെടുന്ന കുട്ടികളുടെ എണ്ണം എത്രയാണെന്ന് കിട്ടി? 5 ആണെന്ന് കിട്ടി. അപ്പോൾ ഇതേ മോഡൽ പ്രോബ്ലംസ് ടെക്സ്റ്റിൽ എക്സസൈസ് 1.6 കിടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ആ പ്രോബ്ലംസ് ചെയ്ത് നോക്കുക, ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക കേട്ടോ. അപ്പോൾ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പുതിയ ചാപ്റ്ററുമായിട്ട് കാണാം. താങ്ക് യു.